examiner family. Hello class 3. അപ്പോൾ നമുക്ക് നോക്കിയാലോ റൊട്ടി എന്നുള്ള അടിപൊളിയായിട്ടുള്ള കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ആ ഒരു കവിതയിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മിസ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ സംഭാഷണം എഴുതാനാണ് ചോദ്യം വന്നിട്ടുള്ളത് നമുക്ക് എപ്പോഴും മലയാളം എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത് സംഭാഷണം എഴുതുക എന്നുള്ളത് അല്ലേ അപ്പോൾ റൊട്ടി എന്നുള്ള കവിത നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചതാണ് ഈ ഒരു കവിതയിൽ കണ്ട ഒരു കാര്യമാണ് ആ ഒരു കുഞ്ഞു പയ്യൻ അല്ലേ അവനെ പോലീസൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു നിങ്ങൾ അവനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ആ കുട്ടിയോട് നിങ്ങൾ എന്തൊക്കെ സംസാരിക്കും നിങ്ങൾ എങ്ങനെയാണ് അവനെ സഹായിക്കുക അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ അവനോട് ചോദിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ യെസ് എൻ്റെ കുട്ടികളാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു സംഭാഷണം എഴുതാനാണ് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ സംഭാഷണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മൾ ആ കുട്ടിയോട് ചോദിക്കുന്നതാണ് അല്ലേ അപ്പോൾ ഒരിക്കലും അവൻ്റെ സാഹചര്യത്തിന് ചേരാത്ത രീതിയിലുള്ള ഒന്നും നമ്മൾ ആ കുട്ടിയുടെ ചോദിക്കുന്നുണ്ടാവില്ല അല്ലേ അപ്പോൾ അവൻ്റെ അടുത്ത് സുഖമാണോ ഫുഡ് കഴിച്ചോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ചോദിക്കുന്നുണ്ടാവുക അവൻ്റെ അടുത്ത് എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക ആ പോലീസൊക്കെ പിടിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ കാണുന്നതാണ് അല്ലേ അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കും പിന്നെ എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക എന്തിനാണ് മോഷ്ടിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കാൻ പറ്റും അതുപോലെ തന്നെ അതിന് യോജിക്കുന്ന രീതിയിലുള്ള മറുപടികളായിരിക്കും ആര് പറയുന്നുണ്ടാവുക ആ കുട്ടി പറയുന്നുണ്ടാവുക അല്ലേ അപ്പം നമുക്കിവിടെ എക്സാമ്പിളായിട്ട് മിസ്സോടെ ആൻസർ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വായിച്ചു നോക്കാം ഓക്കെ യെസ് അപ്പോൾ ഫസ്റ്റ് എന്താണ് ഞാൻ എന്തായിരിക്കും കുട്ടിയോട് ചോദിക്കുക എന്നുള്ള കാര്യമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിന്നെ പോലീസുകാർ എന്തെങ്കിലും ചെയ്തോ അല്ലേ കുട്ടിയുടെ അടുത്ത് നമ്മൾ ചോദിക്കുക അല്ലേ പോലീസുകാരെ പിടിച്ച് കൊണ്ടുപോയിട്ടാണ് പിന്നെ നിങ്ങൾ അവരെ കാണുന്നത് അപ്പോൾ ചോദിക്കാം പോലീസുകാർ നിന്നെ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള കാര്യം ചോദിക്കാം അപ്പോൾ കുട്ടി എന്ത് പറയുന്നു ഇല്ല നീ എന്തിനാണ് മോഷ്ടിച്ചത് അല്ലേ അവൻ്റെ ചോദിക്കണം അല്ലേ എന്തിനാണ് നീ മോഷ്ടിച്ചത് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നു അപ്പോൾ കുട്ടി എന്ത് പറയുന്നു വിശന്നിട്ടാണ് ഞാൻ മോഷ്ടിച്ചത് എന്തുകൊണ്ടാണ് വിശന്നിട്ടാണ് അല്ലേ റൊട്ടിയാണ് മോഷ്ടിച്ചത് എന്താണ് വിശന്നിട്ടാണ് മോഷ്ടിച്ചിട്ടുള്ളത് അപ്പം നീ എന്തിനാണ് മോഷ്ടിക്കുന്നത് വീട്ടിൽ ഭക്ഷണമില്ലേ നീ എന്തിനു വേണ്ടിയിട്ടാണ് മോഷ്ടിക്കുന്നത് വീട്ടിൽ ഭക്ഷണമില്ലേ നമ്മളൊക്കെ സാധാരണ അങ്ങനെയല്ലേ ചെയ്യുന്നത് അല്ലേ വീട്ടിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ അമ്മ വെച്ച് തരുന്നു അല്ലെങ്കിൽ അച്ഛൻ വെച്ച് തരുന്നു നമ്മളത് കഴിക്കുന്നു അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത് നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എന്താണ് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചൂടെ അപ്പോൾ കുട്ടി ഇല്ല എൻ്റെ അമ്മ കിടപ്പിലാണ് ഓക്കെ യെസ് എൻ്റെ അമ്മ കിടപ്പിലാണ് വീട്ടിൽ ഭക്ഷണമില്ല അപ്പോൾ അവൻ്റെ സാഹചര്യം അവിടെ വളരെ മോശമാണ് എന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക അതുപോലെ എഴുതാം കേട്ടോ അപ്പോൾ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് അവൻ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന രീതിയിലുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ എഴുതാം ഇതൊക്കെ അപ്പോൾ നീ സ്കൂളിൽ പോകുന്നില്ലേ അപ്പോൾ നീ സ്കൂളിലൊന്നും പോകുന്നില്ലേ എന്നുള്ളൊരു കാര്യം ചോദിക്കാം അപ്പോൾ കുട്ടി എന്ന് പറയുന്നു ഇല്ല നീ വിഷമിക്കേണ്ട ഞാൻ എൻ്റെ വീട്ടിൽ ഓക്കെ അപ്പം നമ്മൾ സഹായിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം എഴുതാം അല്ലേ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞ് നിന്നെ സഹായിക്കാം നമുക്ക് ഒരുമിച്ച് സ്കൂളിൽ പോവുകയും ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ വീട്ടിൽ പറയാം സഹായിക്കാമെന്ന് പറയാണ് അപ്പോൾ കുട്ടി എന്ന് പറയുന്നു ഒത്തിരി നന്ദി അതിൻ്റെ അവസാനം നമുക്ക് വേണമെങ്കിൽ എഴുതാം വരൂ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ് സംഭാഷണം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് പക്ഷേ വളരെ ഇമ്പോർട്ടൻറ്റും ആണ് കേട്ടോ അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഈ ഒരു സംഭാഷണം തനിയെ എഴുതാൻ കിട്ടും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളാണ് ആ ഒരു കുട്ടിയുടെ സ്ഥാനത്തെങ്കിൽ അല്ലെങ്കിൽ കുട്ടീനെ കാണുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക സഹായിക്കുന്നുണ്ടാവുക എന്നുള്ള കാര്യം എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇനിയും ഷെയർ ചെയ്ത് പോകാം നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എങ്കിൽ എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോസ് വരുന്നുണ്ടാവും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാവും അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും കറക്റ്റ് 7:30 അതും മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി വരണം ഓക്കെ യെസ് അപ്പോൾ ഇനിയും ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് കാണാം താങ്ക്